ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സ്കോളർഷിപ്പ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ്സിലായിട്ട് തന്നിരുന്നു. ഇനി അടുത്തത് 4ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, റിക്തസ്ഥാനം ഉചിതൈഹി അക്ഷരൈഹി പൂരയതു. റിക്തസ്ഥാനം, ഡാഷ് ഫില്ല് ചെയ്യേണ്ട സ്ഥലം, അതാണ് റിക്തസ്ഥാനം. ഡാഷ് കൊടുത്തിരിക്കുന്ന സ്ഥാനം ഉചിതൈഹി അക്ഷരൈഹി, ഉചിതങ്ങളായ അക്ഷരങ്ങളാൽ. ഈ ഉചിതൈഹി അക്ഷരൈഹി ഏത് വിഭക്തിയാണെന്ന് മനസ്സിലായോ? തൃതീയ ബഹുവചനമാണ്, ബാലൈഹി പോലെ. ഉചിതൈഹി അക്ഷരൈഹി, ഉചിതങ്ങളായ അക്ഷരങ്ങളാൽ. പൂരയതു, പൂരിപ്പിക്കൂ. പൂരിപ്പിച്ചാലെന്ന് പറയുന്നത്, ഈ പൂരയതു എന്ന് പറയുന്നത് എന്തോന്നാണ്? അത് ലോട്ടാണ്. പഠിച്ചിട്ടില്ലേ? പൂരയതു, പൂരേതാം, പൂരയന്തു. അത് പൂരയതു, പൂരിപ്പിച്ചാലും. അത് ഈ ലോട്ട് എന്തിനാണ് കാണിക്കുന്നത്? ആശീർവദിക്കുക, സമ്മതം ചോദിക്കുക, അനുവാദം പറയുക ഒക്കെയാണ്. അതിൽ നോക്ക്, ഒന്നാമത്തത് ഭൂ ഡാഷ് ക്ഷ, ഭൂ ഡാഷ് ഇക്ഷ. അപ്പോൾ എന്തോന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഭൂ, ഭൂ, ഭൂ. ഇതിലേതാണ് ഇവിടെ വരുന്നത്? ഇത് വാക്കെന്തോന്ന് പറഞ്ഞാൽ ബുഭുക്ഷയാണ്. വിശപ്പ് എന്നുള്ളതാണ് ബുഭുക്ഷ എന്നുള്ളതിൻ്റെ അർത്ഥം. ഭൂ. അപ്പോൾ ഇതിലേരും ബുഭുക്ഷയാണോ? അല്ല. ബുഭുക്ഷയാണോ? അല്ല. ബുഭുക്ഷയാണ്. ഇതാണ്. ഇത് നിങ്ങളെടുത്ത് ഇവിടെ എഴുതണം. ഇതെടുത്ത് ഇവിടെ എഴുതണം. അതാണ് ഉത്തരം. അടുത്തത് നോക്കിക്കോളൂ. ഗ്ര ഡാഷ്, ഇന്തഹ, ഇന്തഹ, ഇന്തഹ. ഇത് ഗ്രന്ഥ എന്നാണ്. ഗ്രന്ഥ. ഒന്ന് നോക്കിക്കോളൂ. ഗ്രന്ഥഹ അല്ല. ഇതാണ് ഉത്തരം. ഗ്രന്ഥ, ഗ്രന്ഥ. ഇതെടുത്ത് ഇവിടെ എഴുതണം. പിന്നെ ബലവ ഡാഷ്, ബലവ ഡാഷ് മ്. ബലവന്തം, ബലവന്തം, ബലവന്തം. ബലവന്തം എന്നുള്ളതിന് ബലവന്തമല്ല, ദായല്ല. അടുത്ത ഥായും അല്ല, ബലവന്തം, തായ. ബലവന്തനായും തായും കൂടെ ചേർന്നത് ബലവന്തം. അതടുത്ത് ഇവിടെ എഴുതണം. ഇനി ആ ഡാഷ് സ്ഥാനം, ആ പി ഭി ബി എവിടെ വരും? അഭിധാനമാണ്. അഭിധാനം, അഭിധാനമല്ല, അഭിധാനവുമല്ല. ഇവിടെ അഭിധാനം. എന്താ അഭിധാനം എന്ന് പറഞ്ഞാൽ? പേര് എന്നുള്ളത്, പേര്, നെയിം. അഭിധാനം. അപ്പം ഭി ഇവിടെ എഴുതുക. അടുത്ത സു ഡാഷ് രം, സുന്ദരം എന്നുള്ളതാണ്. ഇത് സുന്ദരമാണോ, സുന്ദരമാണോ, സുന്ദരമാണോ? ഏതാണ്? ഈ ആദ്യത്തതല്ലേ? സുന്ദരം, നായും ദായും കൂടെ ചേർന്നത് സുന്ദരം. അപ്പോൾ അതിവിടെ എഴുതുക. പിന്നെ അടുത്തത് ഡാഷ് തം, കി ഗീ ധീ. ഗീതമാണോ, ഗീതമാണോ, ധീതമാണോ? ഏതാ ശരി? ഗീതമാണ്, ഗായാണ്. ഗീതം, പാട്ട് എന്നുള്ള അർത്ഥത്തിൽ. മോ ഡാഷ് യതി, ജ ത ച. മോചയതി, മോതയതി, മോചയതി. ഏതാണ് ശരി? മോചിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ, മോചിപ്പിക്കുക. മോച, മോചയതിയാണ്, ചായാണ്. ചിലപ്പോഴും അവർ ചോദിക്കും അരിക്ത സ്ഥാനത്തിൽ ടിക്കിടാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അവിടെ ടിക്കിട്. ഇവിടെ ഇപ്പം ഉത്തരം എഴുതാൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിക്കോളൂ. 8ാമത്തത് ചോര ഈ ഡാഷ് തി, ഇഷ്യ, ഇഷ്യ, ഇസ്യ. അപ്പം ചോര ഇഷ്യതി എന്നാണ്. ചോര ഇഷ്യതി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ലിറിട്ടല്ലേ, അതായത് ഭാവി കാലം. മോഷ്ടിക്കുക എന്നാണ്. മോഷ്ടിക്കും. ചോര ഇഷ്യതി ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് മോഷ്ടിക്കും. എന്താ? ചോര ഇഷ്യതി. അപ്പോൾ ഇവിടെ ഇതിൽ ഏതാ വരുന്നത്? ഇഷ്യ. ചോര ഇഷ്യതിയാണോ, ചോര ഇഷ്യതിയാണോ, ചോര ഇസ്യതി എന്നാണ്? ഇതല്ലേ ചോര ഇഷ്യതി, മോഷ്ടിക്കും, ലിട്ട്. അടുത്തത് ഗുരു ഡാഷ് നഹ, ഗുരുജനഹ എന്നാണ് പറയുന്നത്. അപ്പം ഗുരുജനഹ എന്ന് വരുമോ, ഗുരുധനഹ എന്ന് പറയുമോ? ഗുരുജനഹ. അപ്പം ജായാണ് ഇവിടെ എഴുതേണ്ടത്, ഗുരുജനഹ. ഇനി പാരിതോ ഡാഷ് കം, പാരിതോഷികമാണ്. എന്താ പാരിതോഷികം എന്ന് പറഞ്ഞാൽ? പാരിതോഷികം നൽകുക, സമ്മാനം കൊടുക്കുക, പാരിതോഷികം നൽകുക. എന്തെങ്കിലും ചെയ്തിട്ട് അതിനൊരു ഇത് കൊടുക്കുക, അതാണ് പാരിതോഷികം. പാരിതോഷികത്തിൽ ഷി ആണോ, സി ആണോ, ഷി ആണോ? പാരിതോഷികം. ഇതാണ് ഷികം, പാരിതോഷികം. സി അല്ല, ഷിയും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അങ്ങനെയുള്ളത് നിങ്ങൾ നല്ലോണം നോക്കുക. ഇതുപോലത്തെ കുറേ വാക്കുകൾ വെച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണ് അത് ആ ഡാഷ് വരുമ്പോഴത്തേക്ക് വരുന്നത്. അപ്പം ആ വേർഡ് നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രമേ അത് എഴുതാൻ കഴിയൂ, അല്ലേ? അപ്പോൾ
ഇന്നപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇനി അടുത്ത ദിവസം വേറൊരു ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.